വീർ, നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവസാനത്തെ ഈ നമ്പർ അതെന്റെ കയ്യിലാണുള്ളത്. ഇനി എന്ത് ചെയ്യും? അവൻ ലാസ്റ്റ് നമ്പർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ ചെന്നെത്തിയില്ലെങ്കിൽ അപ്പൂപ്പന്റെ കാര്യം അപകടത്തിലാകും. അതുപോലെ ഞാനും കുടുങ്ങിപ്പോകും. രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. വീർ, നിനക്കൊരിക്കലും എന്നെ ജയിക്കാനാവില്ല. അതേ മിലി, ഞാൻ ഇപ്പൊ തന്നെ അപ്പൂപ്പന്റെ വെർച്വൽ വിഷനിൽ ഈ ഫോർമുല ഫീഡ് ചെയ്തേ മതിയാകൂ. എല്ലാ ഫോർമുലയും ഫീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അപ്പൂപ്പൻ എന്താ ഇനിയും ബോധം തെളിയാത്തത്? വീർ, അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടില്ലേ? വീർ, അപ്പൂപ്പ. വീർ, അപ്പൂപ്പന് കോൺഷ്യസ് തിരിച്ചു കിട്ടി. അപ്പൂപ്പ, 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 നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ. മരമണ്ട, നീ എവിടെയാണാ പോയി കിടക്കുന്നതാ? ബോസ്, വീറും അവന്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ ബുക്ക് അവര് കീറിക്കളഞ്ഞു. എന്തായാലും ശരി, വേഗം ആ ബുക്കും കൊണ്ട് നീ എന്റെ അടുത്തേക്ക് വാടാ. ഇതാ ബുക്കിന്റെ പകുതി ഭാഗമാണല്ലോ. പക്ഷേ ഇത് എന്ത് ബുക്കാണ്? അല്ല, ഇതിൽ നമ്മൾ ആകാശത്തിൽ ചില മൃഗങ്ങളുടെ പിക്ചേഴ്സ് കാണാറില്ലേ? സ്റ്റാർസ് ഒന്നിച്ചു ചേർന്നാൽ ഇത് അത് തന്നെയാ. ദാ നോക്ക്. സ്പേസ് കോസ്മിക് പവർ. ഇത് വളരെ പഴയ ബുക്കാണല്ലോ മോനെ. സ്പേസ് ടാസ്കിനെ കുറിച്ചുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, നമ്മുടെ ആകാശത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ഒന്നു ചേർന്ന് ഒരു പിക്ചർ ഉണ്ടാക്കും. അതിന് വ്യത്യസ്തമായ പവറുകളുണ്ട്. എന്നുവെച്ചാൽ മാഡ് മാക്സ് സ്റ്റാർസ് ഉണ്ടാക്കിയ പിക്ചറിന്റെ പവേഴ്സ് വെച്ച് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ബുക്ക് വെച്ച് മാഡ് മാക്സ് എന്ത് ചതി ചെയ്യാനാ? ഇനി എല്ലായിടത്തും പൊട്ടിത്തെറികളായിരിക്കും. ആ ബ്ലാസ്റ്റുകൾ നടത്താൻ പോകുന്നത് ഈ വൂൾഫ് പവറാണ്. ഞാൻ ആ വൂൾഫിന്റെ പവേഴ്സ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതേതായാലും കലക്കി ബോസ്. ആ വുൾഫ് ലൈവായിട്ട് മാറുകയാണ്. അത് നിങ്ങളുടെ ഈ റോബോട്ടിക് വുൾഫിനെ പോലെ തന്നെ ഉണ്ട് ബോസ്. ബോസ്, നിങ്ങൾ ആ വുൾഫിനെ നോക്കിക്കോ. ഞാൻ എന്റെ ഈ വുൾഫിനെ നോക്കിക്കോളാം. എല്ലാം ശരി തന്നെയാണല്ലോ അല്ലേ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ചവിട്ടരുത്.
വീർ, നിന്റെ ബോസ് ആരാണ്? അവസാനം വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീർ, വേഗം ചെല്ലു. എന്നിട്ട് ആ പ്രേം സഹായുടെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്കോ. കാരണം അയാൾ വീറിനെ പോലൊരു റോബോട്ടിനെ ഒരിക്കലും ഉണ്ടാക്കരുത്. ചെല്ലോ. ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വീരൊരിക്കലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഹാ? ഇവൻ നമ്മുടെ വീർ തന്നെയാണോ അതോ ഡമ്മയാണോ? വീറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇവൻ ഹീറോ അല്ല, ഇവൻ വില്ലനാണ്. പക്ഷേ ഇവൻ വീർ തന്നെയാ. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എത്രയും വേഗം നമുക്ക് അപ്പൂപ്പന്റെ അടുത്തേക്ക് പോവാം. അപ്പൂപ്പ, അപ്പൂപ്പ, വീർ. നീ എന്താ ചെയ്യുന്നത് വീർ? അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ വീറിന് എന്തോ കുഴപ്പമുണ്ട്. അവനെ നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അവൻ നമ്മുടെ ഈ ഫുർസത് ഗഞ്ച് മുഴുവൻ എന്നേക്കുമായി നശിപ്പിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പൂപ്പ അവൻ അപ്പൂപ്പനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നെന്ന്. ആ, നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. അവന്റെ സിസ്റ്റത്തിൽ ആരോ എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി അവനെ എങ്ങനെയാ തടഞ്ഞു നിർത്തുകയാണ് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. ഞാൻ അവനെ തടഞ്ഞു നിർത്താം അപ്പൂപ്പ. ഞാൻ വീറിനോട് ഏറ്റുമുട്ടാം. വേണ്ട എമിലി, നിനക്ക് അവനെ അങ്ങനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അവന്റെ ഉള്ളിൽ റോബോട്ടിക് പവർ ഉണ്ട്. പെട്ടെന്ന് വൂൾഫായി മാറിയ ടിംബക്ടുവിനെ എങ്ങനെയാ തടഞ്ഞു നിർത്തേണ്ടത്? എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവൻ ഈ നഗരം ഇളക്കി മറിക്കട്ടെ. അത് വൂൾഫാണല്ലോ. ചേടാ, പക്ഷെ അതെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഷെടാ, ഇനി ഞാൻ കിറ്റി പാർട്ടിക്ക് പോവാൻ ലേറ്റ് ആവുന്ന തോന്നുന്നേ. അയ്യോ, ഇന്ന് ഫുർസത് ഗഞ്ചിൽ പെട്ടെന്നൊരു വൂൾഫ് വന്നിരിക്കുന്നു. നഗരം മുഴുവൻ നശിപ്പിക്കുകയാണ്. എവിടെ നിന്ന് വന്നുവെന്ന് അറിയില്ല. ഇതിന്റെ അർത്ഥം വീണ്ടും മാഡ് മാക്സ് നമ്മുടെ ഫുർസത് ഗഞ്ചിനെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നാണ്. അത് ഞാൻ സമ്മതിക്കില്ല. അതെ വീർ, നിങ്ങൾ എല്ലാരും ചെല്ല്. ഞാൻ ആ വൂൾഫിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഫോർമുലയായിട്ട് അങ്ങോട്ട് വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. യെസ്, ഈ സ്പേസിന്റെ വൂൾഫ് പവറിനെ സൺ എനർജി വെച്ച് നശിപ്പിക്കാൻ പറ്റും. ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. ചുൽബുൽ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല വീർ, പക്ഷേ ആ വുൾഫ് ഭയങ്കര പവർഫുൾ ആണെന്ന് അതെ, എനിക്ക് മനസ്സിലായി. അവൻ
അവൻ ഇമ്മിലിയുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. ഇംലി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?